നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ബ്രിട്ടീഷ് ആധിപത്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ ബ്രിട്ടീഷിലെ പ്രധാന ഗവർണർമാരുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആവർത്തന ചോദ്യങ്ങളുമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ 15 വർഷത്തേക്ക് വ്യാപാരം നടത്താൻ അനുമതി നൽകിയ ചാർട്ടറാണ് റോയൽ ചാർട്ടർ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ 15 വർഷത്തേക്ക് വ്യാപാരം നടത്താൻ അനുമതി നൽകിയ ചാർട്ടർ റോയൽ ചാർട്ടറാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ അനുവദിച്ച ഭരണാധികാരി എലിസബത്ത് രാജ്ഞിയാണ്. അപ്പോൾ എലിസബത്ത് രാജ്ഞിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ അനുവദിച്ച ഭരണാധികാരി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ഡിസംബറിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ഡിസംബറാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലാവധി അനന്തമായി നീട്ടി നൽകിയ ഭരണാധികാരിയാണ് ജെയിംസ് ഒന്നാമൻ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലാവധി അനന്തമായി നീട്ടി നൽകിയത് ജെയിംസ് ഒന്നാമനാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽഡൻ ഫാൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മെർച്ചൻ്റ് അഡ്വഞ്ചറീസ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ജോൺ കമ്പനി എന്നാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് വരുന്നത് ജോൺ കമ്പനി എന്നാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ആയിരുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ സ്ഥാപിച്ച സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീർ ആയിരുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് അക്ബർ ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീർ ആണ്. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ ഹെക്ടർ ആണ്. ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലേവ് ആണ്. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലേവ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലേവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. ഇത് ആരുടെ വാക്കുകളാണ്? റോബർട്ട് ക്ലേവ് പറഞ്ഞ വാക്കുകളാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഗവർണറാണ് റോബർട്ട് ക്ലേവ്. അപ്പോൾ ബംഗാളിലെ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് അപവാദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ. ഇതെല്ലാം റോബർട്ട് ക്ലേവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് റോബർട്ട് ക്ലേവ് ആണ്. റോബർട്ട് ക്ലേവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചാത്താം പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലേവ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസിയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലേവുമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണറായത് റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ്. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആയത്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ച പാർലമെൻറ്റ് അംഗം എഡ്മണ്ട് ബർഗാണ്. കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്
എലീജ ഇംബൽ. അപ്പോൾ കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് എലീജ ഇംബൽ. ക്യൂൻ കി നൈൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ്. ഒന്നാം റോഹില്ല യുദ്ധം, ഒന്നാം മറാത്ത യുദ്ധം എന്നിവ നടക്കുമ്പോൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഒന്നാം റോഹില്ല യുദ്ധം, ഒന്നാം മറാത്ത യുദ്ധം സമയത്ത് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ചാൾസ് വിൽക്കിൽസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ്. റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പശാലിയായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റിൻ്റെ കാലത്ത് കമ്പനി ഭരണത്തിൻ്റെ മേൽ ബ്രിട്ടൻ്റെ നിയന്ത്രണം പൂർണ്ണമാക്കിക്കൊണ്ടുള്ള നിയമം പിറ്റ്സ് ഇന്ത്യ നിയമമാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയ വർഷം 1794. ഇന്ത്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് ആരംഭിച്ച സ്ഥാപനം റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് സർ വില്യം ജോൺസ് ആണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ച വർഷം 1784 ആണ്. അടുത്തത് വരുന്നത് കോൺവാലിസ് പ്രഭുവാണ്. 1786 മുതൽ 1793 വരെയാണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് കോൺവാലിസ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവാണ് കോൺവാലിസ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി കോൺവാലിസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ ക്രിമിനൽ കോടതി സ്ഥാപിച്ചതും കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ ക്രിമിനൽ കോടതി സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭു. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലേവ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലേവ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണറും ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലും കാനിങ് പ്രഭു തന്നെയാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലാണ് ശ്രീ രാജഗോപാലാചാരി. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ശ്രീ രാജഗോപാലാചാരിയാണ്. മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ്. മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ഗവർണർ ജനറൽ കോൺവാലിസ് ആണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവയ്ക്കുമ്പോൾ ഗവർണർ ജനറൽ കോൺവാലിസ്. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിച്ചത് കോൺവാലിസ് പ്രഭു. ആദ്യമായി ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി കോൺവാലിസ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് 1793. സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി. അപ്പോൾ ആദ്യമായി ശാശ്വത ഭൂനികുതി നടപ്പിലാക്കിയ ഭരണാധികാരി കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് 1793. സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി. റിച്ചാർഡ് വെല്ലസി പ്രഭു. ബംഗാൾ കടുവയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗവർണർ ജനറലാണ് വെല്ലസി. ബംഗാൾ കടുവയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗവർണർ ജനറൽ. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരി വെല്ലസിയാണ്. സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നത് 1798 സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദ്. മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഗവർണർ ജനറലാണ് വെല്ലസി. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ വെല്ലസി പ്രഭു.
നാലാം മൈസൂർ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ വെല്ലസി പ്രഭു ആയിരുന്നു. നാലാം മൈസൂർ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ വെല്ലസി പ്രഭു. 1798 സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വെല്ലസി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഈ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം തങ്ങളുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുകയും ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചിലവിൽ നിലനിർത്തുകയും ചെയ്യണം. കൂടാതെ ഗവർണർ ജനറലിൻ്റെ അനുവാദമില്ലാതെ മറ്റ് രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടുകയോ ബ്രിട്ടീഷുകാരല്ലാത്ത മറ്റ് യൂറോപ്യന്മാരെ നിയമിക്കുകയില്ലെന്നും സമ്മതിക്കണമായിരുന്നു. പകരമായി രാജ്യത്തിൻ്റെ സുരക്ഷ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും. ഹൈദരാബാദിലെ നൈസാമാണ് ഇതിൽ ആദ്യം അംഗമായത്. അടുത്തത് ജോർജ് ബെർലോയാണ്. 1805 മുതൽ 1807 വരെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ജോർജ് ബെർലോ. 1806 വെല്ലൂർ കലാപം നടന്നപ്പോൾ ഗവർണർ ജനറൽ ജോർജ് ബെർലോ ആയിരുന്നു. 1806 വെല്ലൂർ കലാപ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ജോർജ് ബെർലോ ആയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ ആദ്യ സൈനിക കലാപമാണ് വെല്ലൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യ സൈനിക കലാപം വെല്ലൂർ കലാപം. അടുത്തത് വില്യം ബെൻഡിക്. സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. മനസ്കരായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ്. മനസ്കരായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ്. സതി നിരോധിച്ചത് വില്യം ബെൻഡിക്കാണ്. തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. അതായത് കൊള്ള സംഘങ്ങളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. അടുത്തത് ചാൾസ് മെറ്റ്കാഫ്. 1835 ഗവർണർ ജനറലിൻ്റെ താൽക്കാലിക പദവി വഹിച്ചത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണറാണ് ചാൾസ് മെറ്റ്കാഫ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. അടുത്തത് ഓക്ലാൻഡ് പ്രഭു. 1836 മുതൽ 1842 വരെ ഗവർണർ ജനറൽ പദവി വഹിച്ചത് ഓക്ലാൻഡ് പ്രഭുവാണ്. ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നത് ഓക്ലാൻഡ് പ്രഭുവിൻ്റെ കാലത്താണ്. ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നത്. എല്ലൻ ബേറോ. സിന്ധ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറലാണ്. ഇന്ത്യയിൽ അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് 1843. ഇന്ത്യയിലെ അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് 1843. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഇന്ത്യൻ ഗവർണർ ജനറലാണ് എല്ലൻ ബെയ്റോ. ഹെൻറി ഹാർഡിഞ്ച്. ഗവൺമെൻറ് ഉദ്യോഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് മാത്രമായി ഹെൻറി ഹാർഡിഞ്ച് 1. ഗവൺമെൻറ് ഉദ്യോഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്കു മാത്രമായി നിജപ്പെടുത്തിയ ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് 1. സ്വാതന്ത്ര്യ വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ. അപ്പോൾ സ്വാതന്ത്ര്യ വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് 1. ഗോൺസ് വർഗ്ഗക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അമർച്ച ചെയ്ത അധികാരിയാണ് ഹാർഡിഞ്ച്. ഗോൺസ് വർഗ്ഗക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അമർച്ച ചെയ്ത അധികാരി. അടുത്തത് ഡെൽഹൌസി പ്രഭുവാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക ഇന്ത്യയുടെ ശ്രേഷ്ഠാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. ആധുനിക ഇന്ത്യയുടെ ശ്രേഷ്ഠാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡെൽഹൌസി പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ഡെൽഹൌസി. ആധുനിക തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ഡെൽഹൌസിയാണ്. ആധുനിക തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ചു. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ഡെൽഹൌസി. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറലാണ് ഡെൽഹൌസി പ്രഭു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ചാണ്. 1854 വുഡ്സ് ഡെസ്പാച്ചാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഭരണാധികാരി ഡെൽഹൌസിയാണ്. ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയ ഭരണാധികാരി ഡെൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറ 1848. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർത്തപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം ഔധ് 1856.
ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ. അപ്പോൾ കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരിയാണ് ഡൽഹൌസി പ്രഭു. പുരാവസ്തു ഗവേഷണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിലാണ് ഡൽഹൌസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത്. സിംലയെ വേനൽക്കാലത്ത് തലസ്ഥാനമായി തിരഞ്ഞെടുത്ത ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. സിംലയെ വേനൽക്കാലത്ത് തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നയം മൂലം അധികാരം നഷ്ടപ്പെട്ട പേഷ്വ ബാജിറാവുവിൻ്റെ ദത്തുപുത്രൻ നാനാ സാഹിബ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിലെ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16-നാണ്. അപ്പോൾ 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ റെയിൽവേ ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യ റെയിൽപാത ബോംബെ താന. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഹിന്ദു വിവാഹ പുനർവിവാഹ നയത്തിൻ്റെ കരട് തയ്യാറാക്കിയത്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്.